നമസ്കാരം, വെൽക്കം ടു മൂവി ട്രിപ്പ്. അപ്പോൾ ഡിസ്ക്ലോഷർ ഡേ ലെജൻഡറി ഡയറക്ടർ ആയിട്ടുള്ള സ്റ്റീവൻ സ്പിൽബർഗിന്റെ മറ്റൊരു വിസ്മയം എന്ന് തന്നെ പറയാം. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ് ഡിസ്ക്ലോഷർ ഡേ. പടം ജൂലൈയിൽ റിലീസായിരുന്നു, തിയേറ്റർ റിലീസായിരുന്നു, അന്ന് എനിക്ക് മിസ്സായി. പക്ഷേ ഇപ്പോ OTT വാച്ച് ആയിട്ട് സിനിമ കാണാൻ പറ്റുന്നുണ്ട്. പടം സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വൺ ലൈൻ ആദ്യമേ ഞാൻ പറയാം. അതായത് 1970s ഒരു എന്താ പറയാ, US-ലുടനീളം കുറെ ഏലിയൻ ഇൻവേഷൻസ് വരുന്നുണ്ട്. അതായത് ഏലിയൻസിന്റെ എന്താ പറയാ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ റിപ്പോർട്ട്സ് വരുന്നുണ്ട്. അപ്പൊ അതേ തുടർന്ന് US ഗവൺമെന്റ് വോഡെക്സ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയുമായിട്ട് ചേർന്നിട്ട് ഇതിന്റെ പഠനങ്ങളും ഇതിന്റെ കാര്യങ്ങളൊക്കെ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോ ഈ എന്താ പറയാ അതിനെ തുടർന്ന് അതിനുശേഷം ഈ വോഡെക്സ് കോർപ്പറേഷൻ ഈ ഏലിയൻസിന്റെ എന്താ പറയാ ഷിപ്പ് വരുന്നതും അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവര് റിസർച്ച് ചെയ്യുന്നു. പിന്നീട് ഈ ഏലിയൻ സ്പോട്ട് ഉണ്ടായ സ്ഥലങ്ങളിലൊക്കെ ഇവര് വിസിറ്റ് ചെയ്ത് അവിടെ തെളിവുകളും കാര്യങ്ങളൊക്കെ ശേഖരിക്കുന്നു പഠനത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു വ്യാജേന ഇവര് ശേഖരിക്കുന്നു. പക്ഷെ ആദ്യം ഇവരുടെ ഇത് നല്ലതായിരിക്കാം. പക്ഷെ അതിനുശേഷം ഇവര് കുറച്ചും കൂടി എന്താ പറയാ ഒരു നെഗറ്റീവ് സെക്ഷനിലേക്ക് ഈ വോഡെക്സ് കോർപ്പറേഷൻ അവരുടെ ഒരു സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് ഈ ഏലിയൻസിന്റെ സ്പേസ് ഷിപ്പുകളൊക്കെ പിന്നീട് എന്താ പറയാ വരുന്നതും ഇവർ മുൻകൂട്ടി എന്താ പറയാ ഈ ഏലിയൻസിനെ റിസർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ട് അതൊക്കെ US-ന്റെ ഡിഫൻസ് ഫ്ലൈറ്റുകൾ വെച്ചിട്ട് തകർത്തിട്ടിട്ട് അതിൽ നിന്ന് ഉള്ള ടെക്കുകളൊക്കെ ഇവർ മോഷ്ടിക്കുന്നുണ്ട്. പ്ലസ് ഇതിൽ നിന്നും എന്താ പറയാ ഈ ഏലിയൻസിന്റെ ഷിപ്പിൽ നിന്ന് ഉണ്ടാകുന്ന ഏലിയൻസിനൊക്കെ ഇവർ കൊണ്ടുവന്ന് ടോർച്ചർ ചെയ്ത് അതിൽ ഈ ഇതുങ്ങളിൽ നിന്നുള്ള കുറെ ഇൻഫർമേഷൻസ് ഒക്കെ ശേഖരിച്ച് ഒരു ആർക്കൈവ് പോലെ വെച്ചിട്ട് ഇത് ഡിഫൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനും ഡിഫൻസിനും അല്ലാതെയും പ്രൈവറ്റ് ആയിട്ട് മറ്റു പല ആവശ്യങ്ങൾക്കും വിൽക്കാനുള്ള ഒരു സംഭവത്തിലേക്ക് ഇത് നീങ്ങുന്നുണ്ട് ഈ വോഡെക്സ് കോർപ്പറേഷൻ. അപ്പോൾ അതിനെ ചെറുക്കാനായിട്ട് ഈ അവിടുന്ന് തന്നെ പുറത്തായിട്ടുള്ള കുറെ എംപ്ലോയീസ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇവർ ചെയ്യുന്നത് ശരിയല്ല, ഇവർ ചെയ്യുന്നത് മനുഷ്യരാശിക്ക് എഗെയിൻസ്റ്റ് ആണ് എന്നുള്ളൊരു ഇതിൽ ഈ സംഭവം ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവർ പണ്ട് തൊട്ടേ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറെ ആർക്കൈവ്സും കാര്യങ്ങളും ഉണ്ട്, വീഡിയോസും ഇവർ ഈ ഏലിയൻസിനെ ടോർച്ചർ ചെയ്യുന്നത് അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സാധാരണ മനുഷ്യരും കൂടി അറിയണം, ഇവർക്ക് ചെയ്യുന്ന കൊള്ളരുതായ്മകൾ ലോകം മനസ്സിലാക്കണം എന്നൊരു ഉദ്ദേശത്തില് ഇവര് ഈ സംഭവം ഫ്ലാഷ് ചെയ്യാൻ വേണ്ടി അതായത് ഈ വോഡെക്സ് കമ്പനിയിൽ നിന്ന് പുറത്തായവർ മീൻസ് അതിൽ നിന്ന് രാജിവെച്ചിട്ട് ഈ ഒരു ടീമിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർ ശ്രമിക്കുന്നതും ഇതിനെ ചെറുക്കാനായിട്ട് വോഡെക്സ് കോർപ്പറേഷൻ ശ്രമിക്കുന്നതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് സിനിമയുടെ. ഇതിനകത്ത് നമുക്കൊരു 70% പക്ക ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ത്രില്ലറാണ് ശരിക്കും സിനിമ. പിന്നെ ഒരു 75% ഇങ്ങനെ ഒരു ഓപ്ഷനിലാണ് സിനിമ പോകുന്നത്. ഒരു 5% സ്റ്റോറി ലൈൻ പറയുന്നുണ്ട്. ബാക്കി 20% ഈ സിനിമയുടെ ക്ലൈമാക്സ് ആക്ട് ആണ് വരുന്നത്. ഈ ഒരു ആക്ച്വലി ഇതൊരു 2 മണിക്കൂറും 25 മിനിറ്റുള്ള ഒരു സിനിമയാണ്. പക്ഷേ ഈ സിനിമയുടെ ഒരു പോർഷൻ പോലും നമുക്കൊരു ബോറിംഗ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ജസ്റ്റ് എന്താ പറയാ ഇപ്പോൾ സിനിമ നോക്കാൻ നമുക്ക് ബോറടിച്ച് നമ്മൾ ഫോൺ നോക്കുക അങ്ങനെയുള്ള ഒരു സംഭവമേ നമുക്ക് തോന്നില്ല. കാരണം അത്രയും എൻഗേജ്ഡ് ആയിട്ടാണ് ഈ സിനിമ പുള്ളി ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഒരു 79 വയസ്സുള്ള ഒരു മനുഷ്യനാണ് ഇതുപോലത്തെ ഒരു സിനിമ ക്രിയേറ്റ് ചെയ്തേക്കണേന്ന് നമ്മൾ നമിക്കണം. അമ്മാരി വിഷൻ. ഇത് സ്റ്റീവൻ സ്പിൽബർഗിന്റെ തന്നെ ഒരു കഥയാണ്. ഈ സ്റ്റീവൻ സ്പിൽബർഗിന്റെ കഥ ഡേവിഡ് കോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് സ്ക്രീൻ പ്ലേ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എഴുതിയേക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് പണ്ട് തൊട്ടേ ഈ സ്റ്റീവൻ സ്പിൽബർഗിന്റെ കൂടുതൽ സിനിമകൾക്കും പിന്നെ ഈ ജുറാസിക് പാർക്ക് അങ്ങനെ സിനിമകൾക്കൊക്കെ തിരക്കഥ എഴുതിയിട്ടുള്ള ആളാണ് ഈ ഡേവിഡ് കോപ്പ് എന്ന് പറഞ്ഞ ആള്. അത് കൂടാണ്ട് തന്നെ ഇതിന്റെ വിഷ്വൽസ് ആണ് മെയിൻ ആയിട്ട്. വിഷ്വൽസ്, എഡിറ്റിംഗ്, മ്യൂസിക്, ഇത് മൂന്നും അങ്ങോട്ട് സമന്വയിപ്പിച്ചിട്ട് അതിന്റെ ഒരു കളിയുണ്ട് സിനിമയ്ക്കകത്ത്. സിനിമാറ്റോഗ്രാഫറായിട്ട് വരുന്നത് ജാനുസ് കമിൻസ്കി എന്ന് പറഞ്ഞ ഒരാളാണ്. ആളും ഇവരുടെ കൂടെ തന്നെ ഈ ടീമിൽ തന്നെ പണ്ട് തൊട്ടേ ഉള്ളതാണ്. പിന്നെ എഡിറ്ററായിട്ട് സാറ ബ്രോഷ്ണർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു
ലേഡിയാണ് വരുന്നത്. പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജോൺ വില്യംസ് ആണ്. ഇവരുടെയൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ ഹോൾ മൂവിനെ അങ്ങോട്ട് എൻഹാൻസ് ചെയ്തിട്ട്, അതായത് ഈച്ച് ഫ്രെയിം നമുക്ക് ഈ ഒരു ഫ്രെയിം പോലും നമുക്കൊരു ബോറിംഗ് ഇല്ല. ഒന്നാമത് നല്ല ഫാസ്റ്റ് പേസിലാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റാർട്ടിങ് തൊട്ട് പടയെന്ന് പറഞ്ഞിട്ടാണ്. അതായത് സ്റ്റാർട്ടിങ്ങിൽ നമ്മളിപ്പോ ഒന്നും അറിയാതെ ഒരു സ്റ്റീവൻ സ്പീൽബർഗിന്റെ നമുക്ക് ഓൾറെഡി ഒരു ചിന്തയുണ്ടാവും ഇദ്ദേഹത്തിന്റെ ഒരു സൈഫൈ സെറ്റപ്പ് എങ്ങനെയായിരിക്കും എന്ന്. അതിനെയൊക്കെ വെച്ച്, അതായത് ഇതില് നമ്മൾ ഇപ്പൊ ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ പോലും, അതായത് ഇദ്ദേഹത്തിന്റെ പേര് അറിയാത്ത ഒരാളാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഒന്ന് കാണണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ സിനിമ കാണുകയാണ്. ഫസ്റ്റ് ആക്ടിൽ തന്നെ സിനിമയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് നമ്മൾ സിനിമയിലോട്ട് ഇറങ്ങി ചെന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ഒരു ആക്ട് നടക്കും. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. സെക്കൻഡ് ഒരു ആക്ട് നടക്കും.